ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സന്തോഷം. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള അറിയാം. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ ഇന്ന് വീഡിയോ തുടങ്ങിയാലോ? ഇന്ന് രാവിലെ കുളി കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കണം. അതിന്റെ മുന്നേ ഉണ്ണിക്കുട്ടന് കൊണ്ടുപോകുന്ന ചോറ്, ഇന്ന് ട്യൂഷൻ ഉണ്ട്, അപ്പൊ ചോറ് റെഡിയാക്കണം. അപ്പൊ അതങ്ങോട്ട് തിളപ്പിച്ച് വെച്ചാല് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ അത് ചോറായി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ചോറിന് വെച്ചിരിക്കുകയാണ്. ഇനി ചായ ഉണ്ടാക്കണം. അതുപോലെ നമ്മള് സാമ്പാറാണ് ഇപ്പൊ അടുപ്പത്ത്. സാമ്പാർ തിളച്ച് വരുന്നുണ്ട്. ചോറും സാമ്പാറും വെച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ചായ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ അതാവട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തലേ ദിവസത്തേക്ക് കറികളൊക്കെ, മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെക്കും. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ. അതൊന്നും ഫ്രിഡ്ജിൽ വെക്കില്ല. മീൻ കറിയൊക്കെ തലേ ദിവസം ഉണ്ടെങ്കിൽ രാവിലെ എടുത്ത് തന്നെ ഒന്ന് തിളപ്പിക്കുക ചെയ്യുക. പിന്നെന്താ, മീൻകറി ഒന്നും അങ്ങനെ പെട്ടെന്ന് നാശാവില്ല. അപ്പൊ അതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാറില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള ചോറും വെള്ളം ഒഴിച്ച് വെക്കുകയുള്ളൂ, ഫ്രിഡ്ജിൽ കയറ്റാറില്ല. പിന്നെ എന്തെങ്കിലും പച്ചക്കറികള് അങ്ങനെ നമ്മൾ അവിയല്, കാളൻ, അങ്ങനെ എന്താ പറയാ, പുളിയിഞ്ചി, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെക്കുള്ളൂ. അപ്പൊ ഇനി കുടിക്കുന്ന വെള്ളം തിളപ്പിക്കാനുണ്ട്. അതുപോലെ ഇന്നലത്തെ മത്തിക്കറിയാണ് കേട്ടോ അടുപ്പത്ത് പാനിലിരിക്കുന്ന, അത് ചൂടാക്കിയിട്ട് ഇറക്കി വെച്ച് നമുക്ക് പിന്നെ ചായയുടെ കാര്യങ്ങൾ നോക്കണം. വെള്ളം തിളപ്പിക്കണം. പതിമുഖട്ടിട്ട് വെള്ളം തിളപ്പിക്കാനുണ്ട്. ഈ ഒരു ഇഡ്ഡലി ചെമ്പിൽ നിറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചാൽ പിന്നെ കുറച്ച് ആ ഒരു ദിവസത്തേക്ക് സമൃദ്ധമായിട്ട് വെള്ളമുണ്ട് കുടിക്കാനുള്ളത്. പിന്നെ വൈകിട്ടേട്ടം കുറച്ച് കുറഞ്ഞാൽ നമ്മളൊന്ന് കുറച്ച് വെള്ളം എടുത്തൊന്ന് തിളപ്പിച്ചാൽ മതി. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാറുള്ളൂ കേട്ടാ. അത് ടേബിളിൽ ഒരു ജഗ്ഗിൽ അവിടെ എപ്പോഴും നിറഞ്ഞിരിക്കും. അതുകൊണ്ട് എപ്പോ ദാഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ എത്തുന്നു, അത് എടുക്കാനായിട്ട് വേറെ പോകേണ്ട ആവശ്യമില്ല. ആ കപ്പിൽ തന്നെ എടുത്ത് കുടിക്കുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. രാവിലത്തെ കുറച്ച് തിരക്കുകളാണ്. പിന്നെന്താ, ഇങ്ങനെയൊക്കെ പോകുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിച്ചു വരണം, തുടയ്ക്കണം, അങ്ങനെ അങ്ങനെ അങ്ങനെ. രാവിലെ നമ്മൾ എന്ത് ചെയ്യണം, എന്താ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ വീട്ടമ്മമാർക്കുള്ള ഒരു വെല്ലുവിളി തന്നെയല്ലേ. രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് ഇനിയിപ്പോ എന്താ ഉണ്ടാക്കുക? അപ്പൊ നമ്മൾ വിചാരിക്കും നാളെ ഇനി പുട്ടുണ്ടാക്കാം, പുട്ടും കടലയാക്കാന്ന് വിചാരിച്ച് കടല വെള്ളത്തിലിടും. രാവിലെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിന്റെ അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് മാറ്റും അല്ലേ. വേണ്ട, ഇന്നിപ്പോ കടല വേണ്ട, ഇന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ള രീതി. അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള, അതോ എനിക്ക് മാത്രമാണ്? എനിക്ക് മാത്രം ഒന്നും ആയിരിക്കില്ല, ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബൈ.